നമ്മുടെ നാട്ടിലൊക്കെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ കൊഴുക്കട്ട എന്ന് പറയുന്നത്. സാധാരണ കൊഴുക്കട്ടയിൽ അരിപ്പൊടിയും തേങ്ങ ശർക്കര എന്ന് മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷെ ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. എന്ന് വെച്ചാൽ തേങ്ങയുടെയും ശർക്കരയുടെയും ഒപ്പം തന്നെ ചക്ക വെച്ചിട്ട്, ചക്ക വരട്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചക്ക വരട്ടിയും പിന്നെ അരിപ്പൊടിയും തേങ്ങയും ശർക്കര എല്ലാം കൂടി ഒരു നല്ല രസമുള്ള ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. കൊഴുക്കട്ടയ്ക്ക് വേണ്ട ചേരുവകൾ നമ്മൾ ഇടിയപ്പത്തിനെ പൊടിച്ച് വെച്ച പൊടിയിൽ നിന്ന് ഒരു 1.5 ഗ്ലാസ് പൊടി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുകൊണ്ട് ഒരു ബൗള് ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ബൗള് ചക്ക വരട്ടിയത്, ഒരു ബൗള് തേങ്ങ, പിന്നെ ഇതാ അത്ര ശർക്കര അരിഞ്ഞു വെച്ചത്, 3 ഏലക്ക ചതച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ നമ്മളിനി തിളപ്പിച്ച വെള്ളം, ഇത്തിരി ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം ഇതിലേ ഒഴിക്കും. അതിൻ്റെ മുന്നേ നമ്മൾ ഈ ചക്ക ഇതിലിട്ട് മിക്സ് ആക്കണം ഈ പാത്രത്തിൽ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചക്കയിട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ. അത് അന്ന് ഇതിന് മുന്നേ ഞങ്ങളൊരു ചക്ക അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചക്കയും റാഗിയും കൂടി. അതിൻ്റെ പോലൊക്കെ തന്നെ ഇത് കൊഴുക്കട്ടെ മാത്രം. ചക്ക വരട്ടി ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാം. ചക്ക വരട്ടി ഇല്ലെങ്കിൽ പിന്നെ ചക്കയുടെ സീസണല്ല വരാൻ പോണത്. അപ്പം പിന്നെ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള മാവ് പൊടി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചക്കടയുടെ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചക്കടയുടെ വീഡിയോ കാണാം കേട്ടോ. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കണം, നല്ലപോലെ തിളയ്ക്കണം. തിളച്ച വെള്ളത്തിൽ വേണം ഉണ്ടാക്കാൻ. ഇത് ഇത്തിരി ചൂടാക്കിയിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഉറപ്പായിരിക്കും. നല്ലോണം തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അത്ര ഉറപ്പായിരിക്കില്ല. പിന്നെ ചക്ക ചേർക്കണ കാരണം അത്രയ്ക്കാണ്ട് ഉറപ്പ് വരില്ല, കുറച്ച് മയൊക്കെ ഉണ്ടാവും. നല്ല ഇത് തിളച്ച വെള്ളം ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അതിലേക്ക് ഇതിൽ കൊഴുക്കട്ട നമ്മൾ മാവ് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചതിൻ്റെ ശേഷം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ച് വെച്ചിട്ട് വേണം ഇനി ഇഡ്ഡലി ചെമ്പിൽ ആവിയായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം നല്ലവണ്ണം തിളയ്ക്കണം. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് നമ്മളിതിൽ ഒഴിക്കാൻ പോകും. വെള്ളം ആവശ്യത്തിന്. കോഴിക്കുട്ട നമ്മൾ പരത്താൻ പോവാണ്. പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം പരത്താൻ ഒരെണ്ണം നമ്മൾ പരത്തി കോഴിക്കുട്ട ഒരെണ്ണം ഇത് ശരിയായിട്ടുണ്ട്. ഇനി അതേപോലെ ഈ മാവെല്ലാം ഇതേപോലെ ചെയ്യണം. കൊഴുക്കട്ട നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റണം. അപ്പോൾ നമ്മളിത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. വെള്ളം തിളയ്ക്കാറായിട്ട് അപ്പോൾ ഇതിൽ 7 കൊഴുക്കട്ടയാണ് കിട്ടിയേക്കുന്നത്. 7 നമ്മൾ ആവി വയ്ക്കാൻ പോകണം, അടച്ചു വയ്ക്കാൻ പോകണം.
ഇത് ആയി ഉണ്ടാവും, നോക്കട്ടെ. 10 മിനിറ്റ് വെച്ചല്ലേ, അപ്പോൾ ആയി ഉണ്ടാവും. ഇതിപ്പോൾ നല്ലോണം ആയിരിക്കുന്നു. ഇത് നമ്മളെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് വെക്കും. ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ കൊഴുക്കട്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ചക്ക സീസണാണല്ലോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചക്ക വരട്ടി വെച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി.